ഗൈസ്, മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചർച്ചയിലാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയ. ചില ന്യൂസ് ചാനലിൻ്റെ പോസ്റ്റൊക്കെ കണ്ടു, KC, പിന്നെ അതേപോലെ രമേശ് ചെന്നിത്തല എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ ജനങ്ങളെ വികാരം അത് ഞാൻ ഒരുപാട് ആൾക്കാരെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഒരുപാട് പോസ്റ്റാണെങ്കിലും ഒക്കെ കണ്ടത് ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, VD സതീശൻ എന്നുള്ള പേര്. കാരണം ജനങ്ങൾക്ക് ആവശ്യം തൻ്റെ ഉള്ള ആർജവമുള്ളൊരു CM-നെയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഈ ഒരു UDF-നെ ഇത്രത്തോളം മുന്നിലേക്ക് നയിക്കാനെടുത്ത എഫേർട്ടും കാര്യങ്ങളും അതും അത്രത്തോളം വലുതാണ്. ഇതിപ്പം അതൊന്നും ചെയ്യാണ്ട് പിൻവാതിൽ കൂടെ മുഖ്യമന്ത്രി ആവാന്ന് മോഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടും. ഒരു സംശയം വേണ്ട, നിങ്ങളെ പൊട്ടിച്ചിരിക്കും. ഇനിയിപ്പോൾ MLA-മാർ ആർക്കാണ് ഈ പിന്തുണ കൊടുക്കണമെന്നൊന്നും നമുക്കറിയില്ല. ചില ആൾക്കാരെയൊക്കെ ഇത് കേസിൻ്റെ ഒക്കെ ഇത് കണ്ടു. അപ്പോൾ ഓരോരുത്തർ പറയാനുള്ളത് എന്താ വെച്ചാൽ, MLA ആവാൻ ജനങ്ങളാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, അതിന് ശേഷമാണ് നിങ്ങൾ MLA ആവണത്. അപ്പം ഈ ജനങ്ങൾക്ക് ആവശ്യം VD സതീശനെയാണ്. MLA ആവാൻ ജനങ്ങളാണ് തിരഞ്ഞെടുക്കണത്. ഇനിയിപ്പോൾ MLA-ൻ്റെ MLA-മാരുടെ ഭൂരിപക്ഷവും ഇഷ്ടമൊക്കെ നോക്കിയിട്ടായിരിക്കും CM-നെ തിരഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യൂ, ആർക്ക് വോട്ട് ചെയ്തില്ല എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നിങ്ങളെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. VD സതീശനെ ഇഷ്ടപ്പെടുന്ന, VD സതീശൻ CM ആവണം എന്ന് പറഞ്ഞ് CM ആവണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഗണന നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഞ്ചും, ഉറപ്പായിട്ടും മൂഞ്ചും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയ, VD സതീശനല്ലാതെ കേരളത്തിൽ യോഗ്യനായിട്ടുള്ള ഒരു ആളും ഇപ്പോൾ ഇല്ല CM ആവാൻ വേണ്ടിയിട്ട്. ആർജവുള്ളൊരു വ്യക്തിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഒരു ആർജവല്ലാത്ത എന്താ പറയുക, തപ്പി നോക്കേണ്ട ഒരു ഗതികേടിൽ ഞങ്ങൾക്ക് കേരളത്തിന് കാണാൻ പറ്റൂല. കാരണം ഇത്രത്തോളം സീറ്റ് തന്ന് ജയിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ എന്നുണ്ടെങ്കിൽ അത് VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പിന്നെ KC-നൊക്കെ പലരും പറയുന്നുണ്ട് ഇതിൽ. ഈ KC എന്ന് പറയുന്നത് MP ആണ്. അയാൾക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട്, ഇങ്ങോട്ട് വരാനുള്ള റൈറ്റ്സ് എന്താണ്, അതൊന്ന് പറയണം. കാരണം MP-മാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞത് MP-മാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞത് ഹൈക്കമാൻഡ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇയാളെ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്താ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷാഫിഖാനെത്താം. ഒരു മന്ത്രിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഷാഫിക്ക, ഇപ്പത്തെ ഒരു മന്ത്രിനെ. അതേപോലെ K. സുധാകരൻ സാറിനെ കൊണ്ടാ, ഒരൊക്കെ MP അല്ലേ, ഒരൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നല്ലേ. KC വേണുഗോപാലാണെന്നുണ്ടെങ്കിൽ ഒരൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാല്, മുഖ്യമന്ത്രി ആയിട്ട് VD അല്ലാതെ വേറൊരു മനുഷ്യനെയും ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂല. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. 90% ജനങ്ങളും. കാരണം സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യണതാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവും ആരാവണം മുഖ്യമന്ത്രി എന്നുള്ളത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരെയാണെന്നുള്ളത് സോഷ്യൽ മീഡിയ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ VD സതീശൻ അല്ലാതെ ഒരാളും ഇതിന് യോഗ്യനല്ല. ഒരു നയിപ്പും നയിച്ചാതെ ചുളിവ് കൂടെ ക്രെഡിറ്റ് നേടിയെടുക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമല്ല, ഒരിക്കലും കാര്യമല്ല. എന്താ വെച്ചാൽ VD സതീശൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ കേരളത്തിൽ ഇല്ല CM ആയിട്ട്. അതുകൊണ്ട് VD സതീശൻ തന്നെ ആവണം CM.